ഈശോ മെശിഹായെ സ്തുതിക്കട്ടെ. പ്രാർത്ഥനയാണ് രൂപാന്തരീകരണത്തിന്റെ ആരംഭം. യേശു പ്രാർത്ഥിക്കാനാണ് താബോർ മലയിൽ പോയത്. അവിടെ വെച്ചാണ് ശിഷ്യന്മാർക്ക് യേശുവിന്റെ ദൈവികത്വം വെളിപ്പെടുന്നത്. താബോറിന്റെ അനുഭവത്തിലൂടെ മാറ്റം സംഭവിച്ചത് ശിഷ്യന്മാർക്കാണ്, യേശുവിനല്ല. മാനവകുലത്തിന്റെ അർത്ഥം പൂർണ്ണമാക്കുന്നത് കുരിശിലാണ്. കുരിശിലൂടെയാണ് ദിവ്യകാരുണ്യത്തിന്റെ സ്ഥാനം പൂർണ്ണമാക്കുന്നത്. ദിവ്യകാരുണ്യത്തിലൂടെ മനുഷ്യന് ദൈവത്തിന്റെ പ്രകൃതിയിൽ പങ്കുകാരാകുന്നു. നമ്മുടെ രൂപാന്തരീകരണം യഥാർത്ഥത്തിൽ സാധ്യമാകുന്നത് പരിശുദ്ധ കുർബാനയിലാണ്. ഓരോ അൾത്താരയിലും താബോറിന്റെ രൂപാന്തരീകരണം നടക്കുന്നു. പരിശുദ്ധ കുർബാന സ്വീകരണത്തിലൂടെ ദൈവിക സാന്നിധ്യത്തിന് പൂർണ്ണത കൈവരും. സ്വർഗത്തിലേക്കുള്ള വഴി നമുക്ക് ദൈവത്തെ സന്ദർശിക്കുവാനും ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാനും സാധിക്കട്ടെ. രൂപാന്തരീകരണം നമുക്ക് പ്രതീക്ഷയുടെയും പ്രോത്സാഹനത്തിന്റെയും സന്ദേശം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു നോമ്പുകാലം ആശംസിക്കുന്നു.